അഹമ്മദാബാദ് വിമാനാപകടത്തിൽ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ റിപ്പോർട്ടിനെതിരെ പൈലറ്റ്സ് അസോസിയേഷൻ ആഞ്ഞടിച്ചു എന്ന വിവരം വരുന്നു. പുറത്ത് വന്നത് ആരോ എഴുതിയ റിപ്പോർട്ടെന്ന് അധ്യക്ഷൻ ക്യാപ്റ്റൻ സാം തോമസ് 24 പറഞ്ഞു. AIBയിൽ വ്യോമസേനയിലെ പൈലറ്റ് പോലുമില്ല. റിപ്പോർട്ടിൽ ഒട്ടേറെ അപാകതകളുണ്ടെന്നും സാം തോമസ് പറയുന്നു. 24 ബിഗ് ബ്രേക്കിംഗും കാണാം. പൈലറ്റ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ അധ്യക്ഷൻ ക്യാപ്റ്റൻ സാം തോമസ് ഇപ്പോൾ 24 ചേരുന്നു. ക്യാപ്റ്റൻ, അഹമ്മദാബാദ് വിമാനാപകടത്തിന് ശേഷം കഴിഞ്ഞ 12-ാം തീയതി AIBയുടെ പ്രിലിമിനറി റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ആ റിപ്പോർട്ടിനെ ആദ്യം എങ്ങനെയാണ് കാണുന്നത്? ഇത് നമ്മൾ ഒബ്ജക്റ്റ് ചെയ്തിട്ടുണ്ട് ഈ റിപ്പോർട്ടിനെ പറ്റി. അതിൽ ഉള്ള ഡീറ്റെയിൽ ഒന്നാമത് ഇത് രാത്രി 12:30 എങ്ങാണ്ടാണ് റിലീസ് ചെയ്തേക്കുന്നത്. 30 ദിവസത്തിനകം ചെയ്യാനുള്ളത് 31ാമത്തെ ദിവസം 1 മണി രാത്രിയിൽ ഒരു സിഗ്നേച്ചറും ഇല്ലാതെ ആരോ എഴുതിയ ഒരു ലെറ്റർ ഹെഡിൽ ഇത് റിലീസ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ എന്താണ് ഒബ്ജക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പൈലറ്റ്സ് ആരുമില്ല. ഇത് AIB എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ചില എയർഫോഴ്സ് ഓഫീസേഴ്സ്, അതായത് പൈലറ്റ് പോലും അല്ലാത്ത എയർഫോഴ്സ് ഓഫീസേഴ്സ്, എഞ്ചിനീയറിംഗ് ഓഫീസേഴ്സിനെ ഒരു റീഹാബിലിറ്റേഷൻ സെന്ററായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഈ AIB. അപ്പോൾ അതിൽ പല മിസ്റ്റേക്സും ഈ റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ പറ്റും. ഫുൾ അതോറിറ്റി ഡിജിറ്റൽ എൻജിൻ കൺട്രോൾ എന്നുള്ളത് ഡ്യുവൽ എൻജിൻ കൺട്രോൾ എന്നാണ് എഴുതിയേക്കുന്നത്. ഈ ബേസിക് ഫുൾ ഫോം പോലും അറിയാത്ത ഒരാളാണ് ഈ എഴുതിക്കൊണ്ട് പോകുന്നത്. ലാസ്റ്റ് വന്ന് ഈ റിപ്പോർട്ടിന്റെ എൻഡിൽ, അതായത് ഒരു പ്രിലിമിനറി റിപ്പോർട്ടിലും ആരും ബോയിങ്ങിന് ക്ലീൻ ചിറ്റ്, ബോയിങ്ങോ എയർബസിനോ ക്ലീൻ ചിറ്റ് കൊടുക്കാറില്ല. ഇതവിടെ ക്ലീൻ ചിറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറെ അമേരിക്കൻ ടേംസ് ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വ്യക്തമാണ്, ഇതാരോ അമേരിക്കൻ പറഞ്ഞ് ഡിക്റ്റേറ്റ് ചെയ്ത ഒരു കാര്യമാണ്. ഇത് വെറും ഒരു പേപ്പറിലാക്കി ആളുകളെ കളിപ്പിക്കാനുള്ള ഒരു ഇൻസിഡന്റ് ആണെന്ന് നമുക്ക് പറയാനുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ജുഡീഷ്യൽ എൻക്വയറി ചോദിക്കുന്നത്. കാര്യം അമേരിക്കയിൽ നിന്ന് എത്തിയാണ് ഇത് ബ്ലാക്ക് ബോക്സിന്റെ ഡീകോഡിംഗ് ഒക്കെ നടന്നതെന്ന് പറഞ്ഞ് ആ റിപ്പോർട്ടിലും പറയുന്നുണ്ട്. ആദ്യത്തെ ദിവസം മീഡിയ എന്താണ് പറഞ്ഞത്? ഈ സംഭവം പോയി ഇനി അമേരിക്കയെ കൊണ്ടുപോയാലേ റെഡി ആകത്തുള്ളെന്ന്. ഇവിടെ ഡൽഹിയിൽ 9 കോടി രൂപ കൊടുത്ത് 6 മാസം മുമ്പേ ഒരു അൾട്രാ മോഡേൺ ലാബ് മിനിസ്റ്റർ തന്നെ ഇനോഗ്രേറ്റ് ചെയ്തു. അത് DFDR ഡീകോഡിങ്ങിന് മാത്രമായിട്ട്. അപ്പോൾ അവിടെ ഇത് ഡീകോഡ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇതൊരു നോർമൽ സാധനമാണ്. ഇവിടുന്ന് ബ്ലാക്ക് ബോക്സുമായിട്ട് 4 IAS പിക്നിക്കിന് പോവും, അവിടെ കുറച്ച് ഷോപ്പിംഗ് ചെയ്തിട്ട് തിരിച്ചു വരും. അവർക്ക് വായി തോന്നിയല്ലേ എഴുതി കൊണ്ടുവന്ന് ലാസ്റ്റിൽ ഇപ്പോൾ ഒരു 6 മാസം ഒന്നും കാണത്തില്ല. അതായത് നിലവിൽ ഈ അന്വേഷണത്തിൽ അതിൽ സുതാര്യത വേണം, ഒപ്പം തന്നെ ഒരു ജുഡീഷ്യൽ അന്വേഷണം കൂടിയാണ് പൈലറ്റ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ ജിജീന്ദ്രനോടൊപ്പം R. അച്യുതൻ, 24 ഡൽഹി. പൈലറ്റ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ അധ്യക്ഷൻ ക്യാപ്റ്റൻ സാം തോമസ് 24 പറഞ്ഞ ഈ കാര്യം കൂടുതൽ ചർച്ച ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. വരുന്ന മണിക്കൂറുകളിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ചില പരാമർശങ്ങളൊക്കെ കൂടുതൽ വിവാദങ്ങൾ ക്ഷണിച്ചു വരുത്തിയെന്നും വരും.